എന്താ പിശാചിന്റെ ജന്മമാണോ എൻ്റെ മോളായാലും ആരായാലും സൈലന്റ് കില്ലറാവൻ. അപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവൻ കുട്ടിയല്ല ചെയ്യുന്നുണ്ടോ? ഇവ ആദ്യം അവളെ കൊണ്ട് എന്നോട് വസ്തു ചോദിപ്പിച്ചു. അവൻ ആദ്യ ഭർത്താവിന്റെ ആൾക്കാർ വിളിക്കുകയൊന്നും ചെയ്തിട്ടുണ്ട്. ഒരു പായും തലേണയും തരുമോ എൻ്റെ വീട്ടിൽ കിടക്കാൻ, ഈ വീട്ടിൽ കിടക്കാനായിട്ടെന്ന് ഞാൻ പറഞ്ഞു തരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ ഇവിടെ ഏകദേശം ഒരു മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മക്കളെ ഞാൻ എത്ര പട്ടിണി കിടന്നാലും ഞാൻ വളർത്തിയില്ല. അപ്പൊ ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്തിട്ട് പറഞ്ഞു, അത് ഈ കൈ ഒടിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. എനിക്ക് എൻ്റെ അപ്പി കിടക്കണ അവസ്ഥ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് മാറി. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു വാർത്തയാണ് 1.5 വയസ്സുകാരൻ അർഷിദിനെ വളർത്തച്ഛൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. അർഷിദിന്റെ അമ്മയുടെ അമ്മ, അഖിലയുടെ അമ്മ സൈലന്റ് കില്ലറാവൻ. അത് ഞങ്ങൾക്ക് ഈ കുട്ടിയുടെ കൈ ഒടിഞ്ഞതിന് ശേഷം പ്ലാസ്റ്ററൊക്കെ ഇട്ടിരുന്നല്ലോ, അപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. അവൻ 1 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ എന്ത് ആഹാരം കഴിക്കാൻ കൊടുത്താലും അവൻ കഴിച്ചിട്ടാണ്, കൊച്ചിന് കൊടുത്തിട്ടാണ് അവൻ കഴിക്കുന്നത്. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറച്ച് 5-6 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ കാണുമ്പോൾ കുട്ടി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവൻ കുട്ടിയല്ല ചെയ്യുന്നുണ്ടോ, ശ്രദ്ധിക്കണം, എനിക്ക് അങ്ങനെ ഒരു ഫീൽ. അപ്പം അമ്മയായിട്ട് എന്തെന്നിട്ട് ഞാൻ അവനെ കാണുമ്പോൾ കുട്ടി കരയുന്നുണ്ട്, പക്ഷേ ദേഹത്ത് മറ്റു മുറിവുകളോ പാടുകളോ ഒന്നും എനിക്ക് കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഒരു പ്രാവശ്യം പോലും ഉണ്ടായിട്ടില്ല. അവൻ തന്നെ കുട്ടി യൂറിൻ പാസ് ചെയ്താലും മരം പോയിരുന്ന മോഷണമൊക്കെ പോയിരുന്നാലും അവൻ കുളിപ്പിക്കും, എടുക്കും, നല്ലവണ്ണം ഒരു സ്വന്തം അച്ഛൻ ചെയ്യുന്നത് പോലെ എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല ഇതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അവൻ മനസ്സിൽ കള്ളൻ ഒളിഞ്ഞു കിടന്നിട്ട് ഞങ്ങളെ എന്തോ ഈ സ്നേഹം കാണിച്ച് നടിപ്പിച്ച് ഇവളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയും, അതുപോലെ തന്നെ ഇവളെ സ്നേഹിച്ച് നിന്ന് കുട്ടിയെ നോക്കുന്നു എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവന് എല്ലായിടത്തും സമ്പാദ്യമാണ് മെയിനായിട്ട് നിൽക്കുന്നത്. ക്യാഷാണ് അവൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത്. ഇവ ആദ്യം അവളെ കൊണ്ട് എന്നോട് വസ്തു ചോദിപ്പിച്ചു. അപ്പോൾ വസ്തു എഴുതി കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഡിലേ വന്നപ്പോഴത്തേക്കും ഇവളുടെ ഒരു മാല പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പണയത്തിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ട് വിവാഹം കഴിച്ചതാണോ? നിയമപരമായിട്ട് വിവാഹം കഴിച്ചതല്ല, ഞങ്ങൾ അറിവോ സമ്മതത്തോ അല്ല. അവൻ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ലീഗലി നിങ്ങൾ മാരീഡ് കഴിയാൻ വേണം, നിങ്ങൾ നല്ലോണം ജീവിക്കുന്നത് എന്നെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ അത് എഴുതി തരുള്ളൂ. അത് എഴുതി തരുന്നു എങ്കിൽ എൻ്റെ കുട്ടിയുടെ പേരിലേ ഞാൻ എഴുതി വെക്കുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചത്. കാരണം അച്ഛനില്ലാത്തൊരു കുട്ടിയെ ചോര കുഞ്ഞായിട്ട് എൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. ഡെലിവറി 4-5 മാസം ഒരുമിച്ച് താമസിക്കാൻ പോയിട്ടുള്ളൂ. അതിപ്പോ ഈ ഇടയ്ക്ക് ഒരു 4-5 മാസം അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 6 മാസം അതിനകത്തെ ഒരു താമസം തുടങ്ങിയുള്ളൂ. അപ്പോൾ കാരണം ഇവളെ ആദ്യ ഭർത്താവ് സൂയിസൈഡ് ചെയ്തപ്പോൾ ഇവളൊരു 3 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവൻ്റെ ശുശ്രൂഷകൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവളെയും കൂട്ടി ഇവിടെ വന്നത്. പിന്നെ ഇവിടെ നിന്ന് ഡെലിവറി ടൈമായി. അപ്പോൾ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പോലും അവിടെ നിന്ന് ഒരു ഫോൺ കോൾ വിളിക്കാനോ ആദ്യ ഭർത്താവിൻ്റെ ആൾക്കാർ വിളിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ പോലും കാണാൻ അവർ വന്നിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ ഇവളുടെ കാര്യത്തിൽ ഒരു മുടക്കം വരാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഇവള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ ഈ ഒരു പ്രപ്പോസൽ ഇവിടെ വന്നായിരുന്നു. അത് ഈ വരാൻ കാരണം എന്ന് പറയുന്നത് ഈ പ്രപ്പോസൽ തന്നെ, അതായത് മറ്റേ സതി എന്ന് പറയുന്ന കണ്ടക്ടറുണ്ട്. ഈ സതി കണ്ടക്ടറുടെ വൈഫാണ് ഒരു ഡാൻസ് ക്ലാസ് നടത്തുന്നത്. അപ്പോൾ ഇവളുടെ 13 വയസ്സ് മുതൽ ഇവള് ആ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നതാണ്. നമ്മളുമായിട്ട് കുറച്ച് ടച്ച് ഉണ്ട് ആ ഫാമിലി. അത് ഒരിതുണ്ടായിരുന്നു. അപ്പോ ഇയാള് അവിടുത്തെ പ്രോഗ്രാമിനൊക്കെ വണ്ടി ഓടിക്കുന്നത് ഇവനായിരുന്നു. പക്ഷെ അന്നൊക്കെ ഇവര് കാണുമെങ്കിൽ ഇത്ര ഒരു റിലേഷനൊന്നും ഉണ്ടായിരുന്നില്ല. മാന്യമായിട്ടുള്ള പെരുമാറ്റം, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ സംസാര രീതി കേട്ട് കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ നമുക്ക് തോന്നില്ല. അപ്പൊ അതങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് ഇവിടെ ഇരുന്നപ്പോഴേ ഇപ്പൊ കുഞ്ഞുമായിട്ട് നമ്മളിവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഈ സതിയുടെ വൈഫും 2 മക്കളും യവനുമായിട്ട് ഇവിടെ വരണുണ്ട് കുഞ്ഞിനെ കാണാനെന്നുള്ള രീതിയിൽ. അപ്പൊ കുഞ്ഞിനെ കണ്ടു. ഈ കുഞ്ഞിനെ അവൻ കയ്യിലെടുത്ത് വെക്കുന്നുണ്ട്, ഒത്തിരി നേരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞ് എന്തൊക്കെയോ
അവർ കൈയും കാലും എടുത്ത് കാണിക്കുന്നത് അതെല്ലാം അവൻ ഇങ്ങനെ നല്ലോണം നോക്കി കുഞ്ഞിനെ തന്നെ നോക്കിയിരുന്നു. അപ്പോഴും നമ്മൾ വേറെ ഒന്നും കാണുന്നില്ല. അപ്പം പിന്നീടാണ് സതിയും ഭാര്യയും കൂടെ ഇവിടെ വന്ന് പറയണത് അവന് കുഞ്ഞിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, കുഞ്ഞിന് നല്ല സ്നേഹമുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണോ ഇങ്ങനൊരു അതാണ് അവന്റെ മനസ്സിനെ ഇളക്കി. എന്ന് വെച്ചാൽ കുഞ്ഞിനോട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്? അതല്ല, അല്ല, അങ്ങനെ ഇവന് ആ കുഞ്ഞിനോട് ഒരു ആത്മാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഇവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് സതിയുടെ വൈഫിനോട് പറയുകയും അതും പ്രകാരമാണ് ഇവർ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആദ്യ വിവാഹം കഴിച്ചിട്ടുണ്ട്, ആമിന എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, RCC പേഷ്യൻ്റ് എന്നാണ് നീ പറയുന്നത്. എന്തായാലും കുട്ടി നിലവിൽ ജീവിച്ചിരിക്കവേ ലീഗലി മറ്റൊരു വിവാഹം കൂടി നടത്തി തരാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം നീ അത് ഡിവോഴ്സ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അല്ല, അതിന് ശേഷമൊക്കെയാണ് ഇവര് ഫോൺ നമ്പറുകൾ കൈമാറുന്നത്. കാരണം ഈ ഡാൻസ് ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഫോൺ എടുത്തിട്ട് നമ്പർ എടുത്തിട്ട് ഇവർ പരസ്പരം ഫോൺ വിളിക്കും. അപ്പം ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവളെ വഴക്ക് പറഞ്ഞു, നിങ്ങളിങ്ങനെ കൂടുതൽ അടുക്കാൻ പാടില്ല, കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിവോഴ്സ് ആയിട്ടില്ല, ഒരു ബന്ധം നിലനിൽക്കാൻ രണ്ടാം വിവാഹം പാടില്ല എന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ട് അവൻ നിരന്തരം ഇങ്ങോട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് പ്രോഗ്രാമിനൊക്കെ പിന്നും ഇവർ ഈ വണ്ടിയിലാണ് പോണത്. അപ്പൊ അവന് എവളും കാണും, അനു കാണും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ എന്തോ വന്ന് അവന്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ഉമ്മായും സഹോദരിയും അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. അതുകൊണ്ട് ഒരു പായും തലേണയും തരും എൻ്റെ ഈ വീട്ടിൽ കിടക്കാനായിട്ടെന്ന് എൻ്റെ അമ്മയെ പറഞ്ഞ് അവളും കൂടി പറഞ്ഞിട്ടാണ് അവൻ ഇവിടെ കയറുന്നത്. അപ്പം ഞാൻ രാവിലെ ജോലിക്ക് അവൻ ഇവിടെ ഏകദേശം ഒരു മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് അവരിത്രയും പ്രായം ചെന്നിരിക്കുന്നതല്ലേ, അവരും എൻ്റെ മക്കൾ, എൻ്റെ ചെറുകുട്ടികൾ എവിടെയെങ്കിലും പോയാൽ ഇങ്ങനെ ഒരു കിടക്കപ്പ ചോദിക്കുമ്പോൾ കൊടുക്കണ്ടേന്നുള്ള ഒരു സന്മനസ് കാണിച്ച് കൊടുത്തു. പക്ഷെ പിന്നീട് അവൻ പോണില്ല. അപ്പൊ ഇവിടെ തന്നെ ഇതായപ്പോഴത്തേക്ക് പിന്നെ ഞാൻ തന്നെ എൻ്റെ അമ്മയെ വഴക്കുറഞ്ഞു, എന്തിനും ഇവിടെ വന്ന് കിടക്കുന്നത് എന്നുള്ള. അതെ, അതിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്തു. പിന്നെ ഇവരുമായിട്ട് പ്രോഗ്രാമിന് പോയിട്ട് തമിഴ്നാട്ടിലെ ഒരു അമ്പലത്തിൽ പോയി താലി കെട്ടിയെന്ന് പറഞ്ഞു. ഇമിറ്റേഷൻ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ടാണ് അവളെ വിവാഹം കഴിച്ചത്. പിന്നെ ഒരു സെക്കൻഡ് അമ്മ ആ ഫോൺ എടുക്കാറുണ്ട്, നോക്ക്, ചാനലായിരിക്കും. താലി കെട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നമ്മൾ ചോദിച്ചപ്പോഴും ഇവർ കേട്ടില്ല. 2-3 പ്രാവശ്യം അമ്മ എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ചേട്ടൻ മാല വാങ്ങിച്ചതെന്ന്, അത് വാങ്ങിച്ചതെന്ന്, ഇത് വാങ്ങിച്ചതെന്ന് പറഞ്ഞത്. ഞാൻ അപ്പോഴും അവളെ ഷൗട്ട് ചെയ്യണേ, ഇത് ഇങ്ങനെ ചാനൽ ശരിയല്ലല്ലോ എന്ന് വഴക്ക് പറയണേ. പിന്നെ അവരിവിടെ 2-3 പേരും ഇവിടെ കുറച്ച് ദിവസം ഏകദേശം ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് ഇവൻ ഇവിടെ നിന്ന് എൻ്റെ മരുമോൾ എന്നെ ഫോണിൽ വിളിച്ചായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു, അമ്മ അഷ്കറേട്ട എങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന് വസ്തു വേണം, അവൻ കൊടുക്കാനുള്ള ഉരുപ്പടിയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലീഗലി മാരീഡ് കഴിഞ്ഞ ശേഷം കൊടുക്കാം, ഇപ്പൊ അവരൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ അതെന്തെങ്കിലും ആവണമെങ്കിൽ ലീഗലി മാരീഡ് അതിനുശേഷമാണ്. കണ്ടിരുന്നു. ഇങ്ങനെ അറിഞ്ഞിരുന്നത് എങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ പദപ്പിലാണ് ഇങ്ങനെ RCC വന്നതെന്നും അതിന് ആളുകൾ വേജേന ഇവ അടിച്ചു ഇങ്ങനെ ആക്കിയെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ധരിപ്പിച്ചു. ആ കുട്ടിയുടെ വീഡിയോസൊക്കെ നമുക്ക് കാണിച്ചു തന്നു. പക്ഷെ ഞാനും അറിയണില്ല, ഞാൻ പല വ്യക്തികളോട് അല്ല അതൊന്നും ഞാൻ അറിയുന്നില്ല, പല ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ഇവളുടെ മാന്യമായിട്ടുള്ള പെരുമാറ്റം, നമ്മളോടുള്ള പെരുമാറ്റത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവനായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം തോന്നി. ഞാൻ പറഞ്ഞു തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇവ ഇവിടെ 1 മാസം നിന്നിട്ട് അന്ന് ഈ സ്വർണ്ണ വാടക ചോദിച്ചതിൻ്റെ അന്ന് ഞാൻ ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോ അവന് അതെല്ലാം വേണമെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ കൊടുക്കില്ല എന്ന് പറയുകയും അങ്ങനെ അവന് ദേഷ്യം വന്ന് അവൻ ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഇനി മേലെ വീട്ടിനകത്ത് നിങ്ങൾക്കായിട്ടുള്ള അമ്മയെ വഴക്ക് പറഞ്ഞു. അത് പോയതിനു ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവള് കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങ് നന്നോട് ഡാൻസ് ക്ലാസ്സിൽ പോയി കുറേ ദിവസം ഏകദേശം 1 മാസത്തോളം അവിടെ താമസിച്ചു. അതിനുശേഷമാണ് എനിക്ക് സുഖമില്ലാണ്ടായിരുന്നപ്പോൾ അവളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ കുഞ്ഞിനെ കൊണ്ടുവന്ന് തന്നെ വല്ലപ്പോഴും ഒന്ന് കൊണ്ട് കാണിക്കുക, എൻ്റെ കയ്യിൽ തന്ന ചോര കുഞ്ഞിൻ്റെ ഞാൻ കേട്ടു. അപ്പോൾ അവൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുഞ്ഞും 2 ബാഗും അവനുമായിട്ട് വന്നിട്ട് അവൻ വണ്ടിയിൽ മേളിൽ നിൽക്കുകയും കുഞ്ഞിനെയും അവളെയും കൂടെ മാത്രം എന്ന് പറഞ്ഞു വിട്ടു. അന്ന് കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് കുഞ്ഞ് ഇവിടെ ഏകദേശം 1 മാസത്തോളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഫോൺ കോൾ വിളിച്ചൊക്കെ അങ്ങനെ ഒന്നും ചെയ്യില്ല.
അങ്ങനെ കൊണ്ടുപോകാണ്ടായപ്പോൾ ഞാൻ രാവിലെ 6:30 പോയി 8:30 വരാറുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല, ശ്വാസം മുട്ടലെല്ലാം. 10-22 വയസ്സായ അമ്മയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊച്ചിന് 104 ഡിഗ്രി പനി വന്നെന്ന് മരുമോൾ വിളിച്ച് പറഞ്ഞിട്ട് പോലും അവൾ ഈ കുഞ്ഞിനെ തിരിഞ്ഞു വെക്കാൻ തയ്യാറായില്ല. കാരണം അവൻ മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത് അവളെ എങ്ങും പോകാനോ നമ്മളായിട്ട് സഹകരിക്കാനോ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണോ കുഞ്ഞിനെ വേണം ഈ പോലീസിലൊക്കെ പരാതി കൂടാ ഈ 1 മാസം. അപ്പൊ ഇതിനിടയ്ക്കാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. എന്നിട്ടും കുഞ്ഞിനെ കൊണ്ടുപോകാതായപ്പോ അമ്മ തന്നെ ഇവിടെ നിന്ന് നേരെ ചെന്ന് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇങ്ങനെ കുഞ്ഞിനെ വന്ന് കൊണ്ടുപോകണില്ല. എന്റെ മുത്തശ്ശി. അപ്പൊ പിന്നെ അതെ, 1 മാസത്തോളം കുഞ്ഞിവിടെ ഉണ്ടല്ലോ, ഇവര് നന്ദിയോട്ട് നിൽക്കുകയല്ലേ. അപ്പൊ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തു. അവരെ ആദ്യം വിളിച്ചാൽ വന്നില്ല. 2ാം പ്രാവശ്യം അവള് വന്നപ്പോൾ ഇവൻ ഇപ്പുറത്ത് ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നെ 3ാം പ്രാവശ്യം ആദ്യം നല്ല താല്പര്യം ഇവന്റെ കൂടെ ആയതിനു ശേഷം ഇവൻ മാനസികമായി ടോർച്ചർ ചെയ്തിട്ടാണ് കുട്ടിയിൽ നിന്ന് ഇവൾ അകലാൻ തുടങ്ങിയത്. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ അത് പിന്നീട് എനിക്ക് മനസ്സിലാവണം. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പൊന്നുമോനെ ഞാൻ കൊടുക്കില്ലായിരുന്നു. എന്റെ മക്കളെ ഞാൻ എത്ര പട്ടിണി കിടന്നാലും ഞാൻ വളർത്തിയേ. പല ഇത് കേൾക്കുന്ന ഈ ലക്ഷക്കണക്കിന് അമ്മമാരും സഹോദരിമാരും ചേച്ചിമാരും ഒക്കെ പറയുന്നത് എത്രയോ കുട്ടികളില്ലാത്ത ആളുകളുണ്ട്. തീർച്ചയായിട്ടും. അത് സ്റ്റേഷനിൽ ചെന്നപ്പോ അവിടെ സാറന്മാരും പറഞ്ഞു, നിനക്ക് നോക്കാൻ വയ്യെങ്കിൽ അമ്മത്തൊട്ടിൽ ഇട്ടേക്ക്. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ 1 മാസം എങ്ങനെയാലും 14,000 രൂപയ്ക്ക് അകത്ത് എനിക്ക് ലോൺ അടവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ജോലി കയറി പോണത്. അല്ലെങ്കിൽ എന്റെ പൊന്നുമോനെ നോക്കി ഞാൻ ഇരുന്നു പോയേനെ. അങ്ങനെ പരാതി കൊടുക്കുന്നു. അല്ല അപ്പോഴേ അവർ കൊണ്ടുപോകാൻ തയ്യാറായി. ഈ ഡാൻസ് ക്ലാസ്സിലെ അനു എന്ന് പറഞ്ഞ ടീച്ചറും കൂടി വന്നിട്ടാണ് ഈ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നത്. അന്ന് ഇവ ഇപ്പുറത്ത് ഒളിഞ്ഞു നിന്ന് വണ്ടിയിൽ വന്ന് അവരെ കൊണ്ടുപോവുകയും ചെയ്തു. ഈ ഏപ്രിൽ 11-ാം തീയതിയാണ് കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടുന്ന് സാറ് പറഞ്ഞിട്ട് എനിക്ക് എപ്പോൾ കാണണമെന്ന് പറയുന്നുണ്ടോ അപ്പോഴും കാണാൻ വേണ്ടിയിട്ട് അനുവാദം സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ കാണിക്കുകയോ അവർ ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്യില്ല. എന്നിട്ട് ഈ കുട്ടിയുടെ കൈ ഒടിഞ്ഞത് കണ്ട് അന്നേ ദിവസം രാത്രി 9-നും 9:30 ഇടയ്ക്കിട്ടാണ് ഞാൻ നെടുമങ്ങാട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണുണ്ട്. അപ്പോഴവിടെ ഇരുന്നൊരു പോലീസുകാരനെ വിളിക്കുന്നു. അവൻ പറഞ്ഞ് കുട്ടി വണ്ടിയിൽ നിന്ന് വീണതാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്തിട്ട് പറഞ്ഞു, സാർ ഒരു കുട്ടി വീണ് കൈ ഒടിഞ്ഞെങ്കിൽ 1 കൈ ഒടിയാം, 2 കൈയും ഒടിയില്ലല്ലോ. പോട്ടെ, ഈ കുട്ടിയുടെ ദേഹത്തോ മുഖത്തോ ഒരു മുറിവോ ഒരു പാടോ ഒന്നും തന്നെ ഇല്ല. അതെങ്ങനെ സംഭവിച്ചു? ഇവൻ വല്ലതും ചെയ്തതാണോ എന്ന് എനിക്ക് സംശയം ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഇത് ചെയ്യണേ. ഞാൻ കുഞ്ഞിന്റെ സംരക്ഷണം ഫുള്ള് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ സംരക്ഷണം ഫുള്ള് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഈ മകള് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നും നമുക്ക് അറിയില്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മകള് തന്നെ ചെയ്തായിരിക്കാൻ സാധ്യതയുണ്ട്. കുഞ്ഞിനോട് മകൾക്ക് തന്നെ ഒരു സ്നേഹമില്ല സാറേ. ഇവന്റെ കൂടെ പോയതിന് ശേഷമാണ് എനിക്ക് കാണാനല്ല ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോ എനിക്ക് സ്വയം ചിന്തിച്ചെടുക്കാൻ കഴിയുന്നു. മുറിവുകളുണ്ട് കുഞ്ഞിന്റെ ദേഹത്തുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മകൾ അവള് ഒരുപക്ഷെ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോയതിനു ശേഷം 1 പ്രാവശ്യം ഉപദ്രവിക്കുന്നെങ്കിൽ അവള് കണ്ടിട്ടുണ്ട് എങ്കിൽ, മനസ്സിനൊരു അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നു എങ്കിൽ അവള് എന്നെ വിളിച്ചറിയിക്കാം. അല്ലെങ്കിൽ 112 ആണ്. അല്ലെങ്കിൽ പിന്നെ അവള് കുഞ്ഞിനെ അങ്ങനെ 1 പ്രാവശ്യമെങ്കിലും ഉപദ്രവിക്കുന്ന മുറിവോ പാടോ കാണുമ്പോ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇവര് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് പോകാനായിട്ട്. അവിടെ എല്ലാവർക്കും എന്നെ അറിയാം. അപ്പൊ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് ഒരു എന്റെ നമ്പർ അറിയാലോ, ഫോൺ കോൾ വിളിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരുമല്ലോ. നിയമപരമായിട്ട് ഞാൻ കേസ് കൊടുത്ത് കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. 6-ാം തീയതി അവിടെ ചെല്ലാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവര് 5-ാം തീയതി എവളെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തിട്ട് DYSPക്ക് പരാതി കൊടുക്കുന്നുണ്ട്. എന്നെ 5-8 വിളിക്കുന്നുണ്ട്. ഞാൻ അവിടെ സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട്. ഞാൻ ആ കുഞ്ഞിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുണ്ട്. അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അവിടെ പോയി DYSPയുടെ അടുത്ത് ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞത് വേണ്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് തന്നെ വേണമെന്ന് തോന്നിയിരുന്നു. അതെ, ഈ കൈ ഒടിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. കാരണം എന്റെ കയ്യിൽ തന്ന കുഞ്ഞല്ലേ, എനിക്ക് എന്റെ കുഞ്ഞിനോട് ഒരു അറ്റാച്ച് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ അവിടെ DSP സാറിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു സാറ് അപ്പോഴെ തന്നെ അവളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നിന്നിട്ട് തരാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. സാറിനോട് പറഞ്ഞ് തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എഴുതി ഒപ്പുവെച്ച് ഇനി അവരുടെ ജീവിതത്തിൽ ഞാനൊരു ശല്യമാവില്ല. കാരണം ഞാൻ നിരന്തരം പരാതി കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗതടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ പിന്നെ അതിനുശേഷം വിളിച്ചിട്ടില്ല. പക്ഷേ ഏപ്രിൽ 11-ന് ശേഷം എൻ്റെ പൊന്നുമക്കളെ ഞാൻ കണ്ടത് ഇന്നലെയാണ്. എൻ്റെ അപ്പി കിടക്കുന്ന അവസ്ഥ കണ്ടിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് മാറി.
എന്താ പിശാചിന്റെ ജന്മമാണോ എന്റെ മോളായാലും ആരായാലും. ഇയാളുടെ കുടുംബ പശ്ചാത്തലം എന്തെങ്കിലും അറിയാമോ? ഒന്നുമില്ല. എനിക്ക് വേറെ ഒരു ഇതും അറിയില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇന്നിപ്പോ അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇവളോടൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ പറയുന്നുണ്ട് അവിടെ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോഴത്തേക്ക് അവന്റെ അളിയൻ അവിടെ ഉണ്ടായിരുന്നു, അളിയൻ ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അവന്റെ അളിയൻ.